ഫസ്റ്റായിട്ട് നമ്മൾ ക്രോഷ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നോട്ട് ഇട്ടിട്ടാണ് തുടങ്ങുക. അത് എങ്ങനെ ഇടുകയെന്ന് വെച്ചാൽ ഈ അറ്റം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ആക്കുക. ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ടല്ലോ ഇവിടെ, ഈ സർക്കിളാണ് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക. ഈ നൂലിനെ ഓവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെങ്ങനെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ആ നോട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഹുക്ക് ഈ നോട്ടിലൂടെ കടത്തി കൊടുക്കുക. ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ക്രോഷ്യ ചെയ്യാൻ തുടങ്ങുക. ഇങ്ങനെ നോട്ടിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് യാണിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ നോക്കാം. ഈ രണ്ട് വിരലും നമ്മൾ തള്ളവിരൽ ഉപയോഗിച്ച് ഈ നൂലിനെ ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതുപോലെ മറ്റ് രണ്ട് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് വിരൽ തള്ളവിരലുമായി ടൈറ്റ് ചെയ്ത് പിടിക്കുക, മറ്റ് രണ്ട് വിരൽ അവിടെയും ടൈറ്റായി പിടിക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ചിനെ തന്നെയാണ് ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നും പറയുക. നമ്മൾ ക്രോഷ്യ വർക്ക് തുടങ്ങുമ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടേ തുടങ്ങുക. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ ഹുക്ക് നമ്മളിങ്ങനെ യാണിൻ്റെ മേലെ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ താഴത്തു കൂടി യാണിനെ ഓവർ ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ ഇട്ട ഇതിലൂടെ കയറ്റി കൊടുക്കുക. അതിനെ നമ്മൾ രണ്ട് കൈ കൊണ്ട് രണ്ട് വിരൽ കൊണ്ട് ബാലൻസ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. യാണിൻ്റെ മേലെ ഹുക്കുണ്ട്, അതിനിങ്ങനെ ഓവർ ചെയ്തിട്ട് ഈ ചെയിനിലൂടെ കടത്തുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആവുക. ഇങ്ങനെ ഹുക്ക് യാണിനെ മേലെ കൂടി ഓവർ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതന്നെ നമ്മൾ എല്ലാ ക്രോഷ്യ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റായിട്ട് ചെയ്യുന്ന സ്റ്റിച്ച്. നമ്മൾ ആദ്യം ഇത് പഠിച്ചാലേ ബാക്കിയുള്ള സ്റ്റിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനിങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചായ സിംഗിൾ ക്രോഷ്യ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെക്കണം. ഇപ്പോൾ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹുക്കിനെ ഈ ചെയിനിലൂടെ കടത്തി കൊടുക്കുക. ഈ ചെയിനിലൂടെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് ഈ യാണിനെ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 2 ലൂപ്പ് കാണുന്നുണ്ട്. ഇനി ഈ യാണിനെ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ കയറ്റുക. അതിനെയാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് ഈ യാണിനെ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഹുക്കിൽ 2 ലൂപ്പ് കാണും. അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും കടത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ഫുള്ള് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ചെയിനിൻ്റെ ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കാണുക.